ഇത് ആറന്മുള വഞ്ചിപ്പാട്ട് നദോന്നതയുടെ താളലയങ്ങളെ സാഹിത്യത്തിൽ ആവാഹിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂട്ടുകളിൽ ചാലിച്ച് ഒരു ജന്മം മുഴുവനും പാടിയാൽ തീരാത്ത പാരാവാര കാവ്യസുതയിൽ നിന്നും ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാലലീല എന്ന വഞ്ചിപ്പാട്ട് കഥാഭാഗത്തിൽ നിന്നും കുറച്ച് വരികളും തുടർന്ന് ആറന്മുള ശൈലിയിൽ കാകളി വൃത്തത്തിൽ വെച്ചുപാട്ടുമാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. എൻ്റെ പേര് അഭിലാഷ് പുന്നക്കാട്. എൻ്റെ കൂടെ പങ്കെടുക്കുന്ന കലാകാരന്മാരെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ ഗുരു സർവശ്രീ ആറന്മുള പള്ളിയോട സേവാ സംഘം അംഗീകരിച്ച് ആചാര്യൻ, വഞ്ചിപ്പാട്ട് ആചാര്യൻ എന്നുള്ള ഒരു പദവി കൊടുത്തിട്ടുള്ള ആറന്മുള മധുസൂദൻ പിള്ള അദ്ദേഹമുണ്ട്. പിന്നെ ഓരോ സൈഡിൽ നിന്ന് ഉള്ള ആൾക്കാരെ പരിചയപ്പെടുത്തുന്ന ശ്രീ പ്രണവ് പൊന്നന്തോട്ടം പള്ളിയോടത്തെ പ്രതിനിധീകരിച്ച് വഞ്ചിപ്പാട്ട് പാടുന്ന ഒരു കലാകാരനാണ്. ശ്രീ സി ജി പ്രദീപ് കുമാർ, അദ്ദേഹം മാരാമൻ പള്ളിയോടത്തിന്റെ ക്യാപ്റ്റനും പള്ളിയോട സേവാ സംഘത്തിന്റെ പ്രതിനിധിയുമാണ്. എൻ്റെ ഇടത് സൈഡിൽ ശ്രീ മധു വരയുന്നു. അദ്ദേഹം വരയന്നൂർ വള്ളത്തിന്റെ ഒരു വഞ്ചിപ്പാട്ട് കലാകാരനാണ്. പൂവത്തൂര് വരയന്നൂർ പള്ളിയോടങ്ങളിൽ അദ്ദേഹം വഞ്ചിപ്പാട്ട് പാടുന്നുണ്ട്. നിരവധി വഞ്ചിപ്പാട്ട് മത്സരങ്ങളിലൊക്കെ പ്രശസ്തി നേടി അംഗീകാരം നേടിയ ഒരു കലാകാരനാണ്. ഇത് ശ്രീ പി ടി ശശി ഇടയാറന്മുള. ഇദ്ദേഹം ഇടയാറന്മുള പള്ളിയോടത്തിന്റെ ഒരു മുഖ്യ ഗായകനാണ്. കൂടാതെ പ്രശസ്ത ഒരു ഗഞ്ചറ അധ്യാപകൻ കൂടെയാണ്. 100-ൽ പരം കലാകാരന്മാരെ ഇദ്ദേഹത്തിന്റെ കീഴിൽ ഗഞ്ചറ അഭ്യസിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇന്നിവിടെ ഒരു ഓണനിലാവിന്റെ ഭാഗമായിട്ട് സാംസ്കാരിക വകുപ്പിന്റെ ബാച്ചലർ ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായിട്ട് ഓണനിലാവ് എന്ന പരിപാടിയുടെ 44ാമത് ദിവസമായ ഇന്ന് ഭക്തിനിർഭരമായ ഒരു വഞ്ചിപ്പാട്ടാണ്, ആറന്മുള വഞ്ചിപ്പാട്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഞങ്ങളുടെ വഞ്ചിപ്പാട്ടിലേക്ക് കടക്കുകയാണ്. ഇത് തിരുവാറന്മുള വഞ്ചിപ്പാട്ട് നദോന്നതയുടെ താളലയങ്ങളെ സാഹിത്യത്തിൽ ആവാഹിച്ച് ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും കൂട്ടുകളിൽ ചാലിച്ച് ഒരു ജന്മം മുഴുവനും പാടിയാലും തീരാത്ത പാരാവാര കാവ്യസുതയിൽ നിന്നും ബാലലീല ഭഗവാന്റെ ബാലലീല എന്ന കഥാഭാഗത്തിൽ നിന്നും കുറച്ച് വരികളും തുടർന്ന് ആറന്മുള ശൈലിയിൽ കാകളി വൃത്തത്തിൽ വെച്ചുപാട്ടുമാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ പരിപാടി കാണുന്ന എല്ലാ പ്രിയ കലാകാരന്മാരെയും എല്ലാവരെയും വളരെ സ്നേഹോഷ്മളമായി ഞങ്ങൾ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ദേവദേവൻ ജഗന്നാഥൻ ദേവദേവൻ ജഗന്നാഥൻ ദേവദേവൻ ജഗന്നാഥൻ
ഞാൻ താരാഞ്ഞിട്ടോ എന്തിനുണ്ണി വന്നു നിന്ന പെണ്ണവാൻ ഞാൻ താരാഞ്ഞിട്ടോ എന്തിനുണ്ണി വന്നു നിന്ന പെണ്ണവാൻ ഞാൻ താരാഞ്ഞിട്ടോ തകലൈ
നാരായണ നിന്നെ കാണുവാനാകണം നാരായണ നിന്നെ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ഞങ്ങള് വളരെ ഭക്തി നിർഭരമായ ഒരു നദോന്നത വൃത്തത്തിലുള്ള വഞ്ചിപ്പാട്ടും തുടർന്ന് കാകള വൃത്തത്തിലുള്ള ആഹ്ലാദഭരിതമായ ഒരു വെച്ചുപാട്ടുമാണ് ഞങ്ങളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. വജ്രജൂബിലി ഫെലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഓണനിലാവിന്റെ ഭാഗമായിട്ട് 44ാമത് ദിവസമായ ഇന്ന് അഭിലാഷ് പുന്നക്കാട്, ഗുരു ആചാര്യൻ ആറന്മുള മധുസൂദൻ പിള്ള, പ്രണവനന്തോട്ടം, CG പ്രദീപ് കുമാർ, PT ശശി ഇടയാറന്മുള, മധു വരയന്നൂർ, പൂവത്തൂര്, ഞങ്ങളെല്ലാം കൂടി ചേർന്ന് അവതരിപ്പിച്ച വളരെ ഭക്തിനിർഭരമായ ഒരു വഞ്ചിപ്പാട്ടാണ് നിങ്ങൾ ഇതുവരെ ആസ്വദിച്ചത്. ഞങ്ങളെ ശ്രമിച്ച ഞങ്ങളുടെ ഈ എളിയ വഞ്ചിപ്പാട്ട് കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും തിരുവാറന്മുളയപ്പന്റെ നാമധേയത്തിൽ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഓണനിലാവിന്റെ ഈ വഞ്ചിപ്പാട്ട് പരിപാടിയുടെ ഒരു ക്ലൈമാക്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിന് ഒരു മംഗളം പാടി ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു മംഗളം പാടി ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഗോവിന്ദ ഗോപാല ബാല ഗോവിന്ദ ഗോപാല ബാല ഗോവിന്ദ ഗോപാല ബാല ഗോവിന്ദന മനോഹര ഗോവിന്ദ ഗോപാല ബാല ഗോവിന്ദന മനോഹര ഗോവിന്ദ ഗോപാല
സങ്കീർത്തനം ഗോവിന്ദ